ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏത് കറ പിടിച്ച ക്ലോസറ്റ് നമുക്ക് നിഷ്പ്രയാസം കറ മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാനിതൊരു പഴയ ഒരു മഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട നമ്മുടെ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ നല്ല കറ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം വേണം പേസ്റ്റ്. അപ്പോൾ ഞാനിത് ഇത്രയും അധികം പേസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് പേസ്റ്റ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. നമുക്ക് എന്തും ക്ലീൻ ചെയ്യാൻ ഈ ഒരു പേസ്റ്റ് കൊണ്ട് പറ്റും. നമ്മുടെ സ്വിച്ച് ബോർഡ് ആയിക്കോട്ടെ, എന്തും നമുക്ക് ക്ലീൻ ചെയ്യാൻ. അതുപോലെ തന്നെ പാത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ഈ തുരുമ്പൊക്കെ പോകാനൊക്കെ ഈ ഒരു പേസ്റ്റ് മതി കേട്ടോ. വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. ഈ ഒരു വൈറ്റ് പേസ്റ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരല്പം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമുക്ക് അതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ ഞാൻ ഒന്ന് മുഴുവനായി തന്നെ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നീരെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുരു കുടുങ്ങിയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ലോണം അതൊന്ന് സ്ക്വീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ക്ലോസറ്റിലൊക്കെ കറ ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്പോൾ തന്നെ ഇട്ടിട്ട് ചെയ്യരുത്. നമ്മളിത് ഏകദേശം ഒരു തലേന്ന് രാത്രിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴുകാനേ പറ്റുള്ളൂ. അത്രയും നേരം അതൊന്ന് അതിൽ പിടിക്കണം. അതിനുശേഷം കഴുകുമ്പോഴാണ് ആ ഒരു കറക്റ്റ് വൃത്തി നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ വെക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിത് 2 നാരങ്ങ മുറിച്ചത്, ഒരു നാരങ്ങ മുഴുവനായി അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലുപ്പാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. അതുപോലെ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന സമയത്താണ് ആ ഒരു കറക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതുകൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി പതയുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു പഴയ ഒരു കോല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പപ്പട കോല് ഉപയോഗിച്ചോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ഇത്രയും മതി. ഇനി ഇത് നന്നായി ഞാനൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിശ്രിതാണ് കേട്ടോ നമ്മുടെ ക്ലോസറ്റിന് കറ പോക്കാൻ വേണ്ടത്. അധികം ഒന്നും വേണ്ട. ജസ്റ്റ് കോൾഗേറ്റ്, നാരങ്ങ, ബേക്കിംഗ് സോഡ, വിനാഗിരി, കല്ലുപ്പ്, ഇത്രയും മതി കേട്ടോ. കുറച്ച് വെള്ളം മാത്രം മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ടാണ് ഞാനിത് രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഞാനിത് കഴുകുകയുള്ളൂ കേട്ടോ. ഈ ഒരു മിശ്രിതമാണ് നമ്മുടെ ക്ലോസറ്റിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ക്ലോസറ്റിൽ ആ ഒരു മഞ്ഞക്കാറൊക്കെ ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിശ്രിതം നന്നായിരിക്കും. ഇനിയിപ്പോൾ ഞാനിത് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ഫ്ലഷ് ഇടാതിരിക്കുക കേട്ടോ. ഫ്ലഷ് ഇടുമ്പോൾ അതെന്തായാലും പൊഴിപ്പ് പോകും. അപ്പോൾ ഈ വക്കിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കറയുള്ള ക്ലോസറ്റാണ്. അതുകൊണ്ട് അതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നാളെ മാത്രമേ ഞാൻ കഴുകുകയുള്ളൂ. അതുവരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഈ ബാത്റൂം നമ്മുടെ ക്ലോസറ്റ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ. പിറ്റേ ദിവസം ഞാൻ ഇത് നന്നായി ഒന്ന് കഴുകി ബ്രഷൊക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് വൃത്തി കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് കഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് വൃത്തി തന്നെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, അത്യാവശ്യം നന്നായി വൃത്തിയായിട്ടുണ്ട്.